നമുക്ക് അച്ചിങ്ങപ്പയർ മെഴുക്കുവരട്ടുന്നത് എങ്ങനെയെന്ന് നോക്കാം. പയർ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് വയ്ക്കണം. അരിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് അത് ഒരു പാത്രത്തിലോട്ടാക്കി അതിനെ അത് അടുപ്പിലോട്ട് വയ്ക്കണം. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം കേട്ടോ, ഒരുപാട് വെള്ളമാകരുത്, ലേശം വെള്ളം ഒഴിക്കുക. ചില പയർ കട്ടിയുള്ളതുകൊണ്ട് വേവാൻ താമസമായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണേ, വേവാനായിട്ട് ഒരുപാടായി പോകരുത്. വളരെ കുറച്ചൊരു 1/4 ഗ്ലാസ്സോളം ട്രൈ ചെയ്യണമേ. പിന്നെ അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയും അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിൽ ആഡ് ചെയ്യണം. ഉപ്പ് ഞാൻ ഇപ്പോൾ ഇടില്ല. ചില പയർ ഉപ്പിട്ടാൽ ചിലപ്പോൾ വേവാൻ താമസമായിരിക്കും. അപ്പോൾ ഞാൻ ഉപ്പ് ലേശം കുറച്ച് വെന്തതിന് ശേഷം ഉപ്പിടുന്നുള്ളൂ. അപ്പം നമുക്ക് ഇതൊന്ന് ആദ്യം അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വയ്ക്കുമ്പോഴത്തേക്കും കുറച്ചൊന്ന് വേവണം, ഒരുപാട് വെന്ത് പോകരുത്. ഒരു 3 മിനിറ്റ്സ്, ഒരു 3 മിനിറ്റോ ഞാനും അടച്ചു വയ്ക്കണം. അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോഴത്തേക്കും അത് വെന്തോന്ന്, ഒരുപാട് വേവരുത്, ഒരു വിധം കുറച്ചൊന്ന് വെന്താൽ മതി, വേവാതെ ഇരിക്കരുത്. ഒന്ന് വെന്ത് തുടങ്ങുമ്പോഴത്തേക്കും അത് അടപ്പ് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പിടാം. ഉപ്പൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ അടിയിലുള്ളതും എല്ലാം വന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് 5 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം മീഡിയത്തിൽ വെച്ചാൽ കയ്യിൽ വയ്ക്കരുത്. ഗ്യാസ് മീഡിയത്തിൽ, അതിൻ്റെ ചൂട് മീഡിയത്തിൽ വെച്ചാൽ മതി. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം അത് പഴയമായിട്ട് വരുന്നുണ്ട്. ഒരുപാട് ക്രിസ്പി ആകുന്ന എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് ഇതിൻ്റെ പച്ച അങ്ങ് മാറി അതിൻ്റെ ഒരു നല്ല എണ്ണ വെള്ളമൊക്കെ പോയി അങ്ങനെ വെട്ടി അല്ലേ, ഏകദേശം വെട്ടി. അപ്പോൾ ഈ പരുവത്തിൽ എടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ബ്രൗൺ ആകാൻ നിൽക്കേണ്ട. കുറച്ച് നേരം ഗ്യാസ് ഓഫ് ചെയ്ത് അടുപ്പിലിട്ടിരുന്നാൽ മതി. കുറേയൊക്കെ ബ്രൗണായി. ഇനി ഒരുപാട് കരിഞ്ഞു പോയത് ടേസ്റ്റ് ഇല്ല. കരിയുന്നതിന് മുമ്പ് അതങ്ങ് ഓഫാക്കുക. ഇരുന്ന ചൂടിൽ തന്നെ ഇരിക്കട്ടെ. അപ്പം നമുക്ക് പിന്നെ കാണാം. നല്ല ടേസ്റ്റ് ഉണ്ട്, ഉപ്പൊക്കെ ഉണ്ട്. ഉപ്പൊക്കെ മിനിറ്റ്. അപ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ ഇത് ചോറിന്